ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പുതിയ സീരീസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് സൈക്കോളജി സീരീസ് ആണ്. ഓക്കെ, നമ്മളുടെ പുതിയ സീരീസ് തുടങ്ങുകയാണ്. സൈക്കോളജി സീരീസ് ആണ്. നമ്മളുടെ ഇന്നത്തെ ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 1ൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്, ഹൂ ആർ യു? ആർക്കാണ് ട്രേഡിംഗ് സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഒബ്വിയസ്ലി നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. യുവർ സെൽഫ്, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, പല ആളുകളും ടെക്നിക്കലി ഇംപ്രൂവ്ഡ് ആയിരിക്കും, പക്ഷെ എന്താണ്, ട്രേഡിംഗ് സൈക്കോളജി ബേസ് നോക്കുന്ന സമയത്ത് വളരെ വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ടെക്നിക്കലി നല്ല ട്രേഡ്സ് എടുത്താലും അത് പ്രോഫിറ്റിലോ ഓർ ലോസിലോ എൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ട്രേഡിംഗ് സൈക്കോളജി. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഹൂ ആർ യു? ഓക്കെ, നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡ് തന്നെ നോക്കാം. നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നോക്കുക. ഈ ഒരു പിക്ചറിൽ ഈ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾ നിങ്ങളാണെന്ന് വിചാരിക്കുക. ഈ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ആൾ നിങ്ങളാണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ ഒരു നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലതരം ഇമോഷൻസ് വരും. അതിൽ നെർവസ്നെസ് വരാം, ഓവർ കോൺഫിഡൻസ് വരാം, ഫിയർ വരാം, ഗ്രീഡ് വരാം, ആങ്സൈറ്റി വരാം, അതുപോലെ ഫോമോ വരാം, ഡൗട്ട് വരാം. ഓക്കെ, ഞാനിപ്പോൾ മേജറായിട്ടുള്ള കുറച്ച് ഇമോഷൻസ് മാത്രമേ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. പല ആളുകൾക്കും ഇതിനേക്കാൾ കൂടുതൽ ഇമോഷൻസ് കയറി വരാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മളിലൊരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക. ഓക്കെ, നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവാതിരിക്കുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരുപാട് ഇമോഷൻസ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സൈക്കോളജി സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു ഫേസിൽ നിന്ന് ഈ ഒരു ഫേസിലേക്ക്. ഓക്കെ, എന്താണ് ഇമോഷൻസ് നമ്മളിപ്പോൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ ഈ എന്താണ് നെർവസ്നെസ്, ഓവർ കോൺഫിഡൻസ്, ഫിയർ, ഗ്രീഡ്, ആങ്സൈറ്റി, ഫോമോ, ഡൗട്ട്സ്, ഇതെല്ലാം നമുക്ക് വരും. കാരണം വി ആർ ഹ്യൂമൻസ്. നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ്, നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇതിനെ ബാലൻസ് ആക്കി വെക്കാം. ആ ഒരു സെനാരിയോ ആണ് നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്നത്. നമുക്കെന്താണ് ഈ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്നാൽ ഇതിനെ ബാലൻസ് ആക്കി വെക്കാം. ഇതിനെ ഒബ്വിയസ്ലി നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. ഓക്കെ, പകരം എന്താണ് ഇതിനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെന്താണ് മുകളിൽ എഴുതിയ ഈ ഒരു കോട്ട് നോക്കുകയാണെങ്കിൽ എന്താ, ഡോണ്ട് മാസ്റ്റർ ദ മാർക്കറ്റ്, മാസ്റ്റർ യുവർ സെൽഫ്. ഒരിക്കലും മാർക്കറ്റിനെ മാസ്റ്റർ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, മാർക്കറ്റിനെ കൂടുതലായിട്ട് പഠിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. ഒരു കാരണവശാലും ഒരിക്കലും നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഒരാൾക്കും മാസ്റ്റർ ചെയ്യാൻ കഴിയില്ല മാർക്കറ്റിനെ. കാരണം എന്താണ്, മാർക്കറ്റിനെ മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ സൈക്കോളജി, ഇമോഷനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുകയാണ്. മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്രോർസ് ഓഫ് ആളുകളുടെ ഇമോഷൻ പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പകരം എന്താ ചെയ്യുക, ആ പരിപാടി അവിടെ നിർത്തിയിട്ട് മാസ്റ്റർ യുവർ സെൽഫ്. നിങ്ങളെ മാസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ആക്ടിവിറ്റീസ്. ഓക്കെ, നിങ്ങളെ മാസ്റ്റർ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഓക്കെ, അപ്പം നമ്മളെ തന്നെ ഒന്ന് മാസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഓക്കെ, ഇങ്ങനെ ഒരു 3 പ്രോസസ്സിലൂടെയാണ് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം സ്റ്റേജ് 1 കുറച്ച് കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യും, സ്റ്റേജ് 2 കുറച്ച് കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യും, സ്റ്റേജ് 3 കുറച്ച് കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യും. ഇപ്പം ഞാൻ പറയാൻ വേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു പെന്നും ഒരു പേപ്പറും, അല്ലെങ്കിൽ ഒരു പേപ്പറും ഒരു പെൻസിലും എടുത്ത് നിൽക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റേജ് 1 കുറച്ച് കാര്യങ്ങൾ പറയും, സ്റ്റേജ് 2 ഒരു കാര്യങ്ങൾ പറയും, സ്റ്റേജ് 3 ഒരു കുറച്ചുകൂടി കാര്യങ്ങൾ പറയും. ഓക്കെ, ഇതൊക്കെ പൂരിപ്പിക്കുന്ന ഒരു ഫിൽ ഇൻ ബാങ്ക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പൂരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് വിശകലനം ചെയ്യും. ഓക്കെ, വിശകലനം ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ സീരിയസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു പേപ്പറും ഒരു പെന്നും എടുത്ത് നിൽക്കുക. ഓക്കെ, ഒരു പേപ്പറും ഒരു പെന്നും എടുത്ത് നിൽക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ സ്റ്റേജ് 1 നമ്മൾ പോകുന്നത്. ഓക്കെ, സ്റ്റേജ് 1 പോകുന്നത്. നമ്മൾ പറഞ്ഞ സ്റ്റേജ് 1. ഈ സ്റ്റേജ് 1 നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതുക.
ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, ഇതൊക്കെ എന്താ ചെയ്യുക, സ്റ്റേജ് 1 എന്ന് എഴുതിയിട്ട് നെയിം, ഏജ്, മാറ്റീരിയൽ സ്റ്റാറ്റസ്, ഡിപ്പെൻഡൻസി, ഹെൽത്ത് കണ്ടീഷൻ, മേജർ ലയബിലിറ്റി ഇതെല്ലാം എഴുതിയിട്ട് നെയിം എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ ഏജ്, നിങ്ങൾക്ക് എത്ര വയസ്സായി. ഓക്കെ, കറക്റ്റ് ഇതിൽ എത്തിക്സ് കീപ്പ് ചെയ്യുക, ഏജ് എഴുതുക. ഓക്കെ, മാരിറ്റൽ സ്റ്റാറ്റസ്, നിങ്ങൾ മാരീഡ് ആണോ, അൺമാരീഡ് ആണോ, ഡിവോഴ്സ്ഡ് ആണോ, സെപ്പറേറ്റഡ് ആണോ, ഓക്കെ എന്തും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് കൂടെ എഴുതുക. നെക്സ്റ്റ് ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന എത്ര ആളുകളുണ്ട്. ഓക്കെ, ഒരു ഗൃഹനാഥനാണെന്നുണ്ടെങ്കിൽ വൈഫ് ഉണ്ടാവാം, ചിൽഡ്രൻസ് ഉണ്ടാവാം, അച്ഛനുണ്ടാവാം, അമ്മയുണ്ടാവാം. ഇനി നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം, നിങ്ങളുടെ പേരൻസിൻ്റെ ഡിപ്പെൻഡ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ 0 ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആളുകളുടെ എണ്ണം എഴുതുക. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹെൽത്ത് കണ്ടീഷൻ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനിൽ നിങ്ങൾ തൃപ്തനാണോ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു ഹെൽത്ത് കണ്ടീഷനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് കണ്ടീഷൻ കുറച്ചുകൂടി മോശമാണോ, അത് ഇവിടെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മേജർ ലയബിലിറ്റി പറഞ്ഞാൽ എന്താണ്, മേജറായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലയബിലിറ്റി എന്താണ്, ചിലപ്പോൾ കാർ ലോൺ ആയിരിക്കാം, ഹോം ലോൺ ആയിരിക്കാം. ഓക്കെ, വലിയ ക്വാണ്ടിറ്റി ആയിട്ട് അല്ലെങ്കിൽ വലിയ എമൗണ്ടിലായിട്ട് നിങ്ങൾ പേ ചെയ്യുന്ന EMIs ആയിരിക്കാം, മേജറായിട്ടുള്ളൊരു ലയബിലിറ്റി. ഓക്കെ, അതെന്താണെന്ന് കൂടി ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റേജ് 1 എഴുതുക, നെയിം എഴുതുക, രണ്ടാമത്തെ ഏജ് എത്രയാണെന്ന് എഴുതുക, മാരിറ്റൽ സ്റ്റാറ്റസ് എഴുതുക, ഡിപ്പെൻഡൻസി, ഈ ലവേഴ്സ് ഡിപ്പെൻഡൻസി ആണെന്നുള്ള രീതിയിൽ എഴുതാൻ നിൽക്കരുത്. ഓക്കെ, അത് വൈഫായിട്ടോ ഹസ്ബൻഡായിട്ടോ നിങ്ങൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഹെൽത്ത് കണ്ടീഷൻ. അതേപോലെ മേജർ ലയബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഫ്രണ്ടിന് കൊടുക്കാൻ, ഇനി കല്യാണത്തിന് കൊടുക്കാനുള്ള 5000 10,000 അതൊന്നും മേജർ ലയബിലിറ്റി ആയിട്ട് എഴുതാൻ നിൽക്കരുത്, മേജർ ആയിട്ടുള്ള ലയബിലിറ്റീസ് എഴുതുക. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഒക്യുപ്പേഷൻ, നിങ്ങളുടെ ജോലി എന്താണ്. ഓക്കെ, ജോലി ഉള്ളവരുണ്ടാവാം, ജോലി ഇല്ലാത്തവരുണ്ടാവാം. ഓക്കെ, ഫുൾ ടൈമായി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലി എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം നിങ്ങളുടെ മേജറായിട്ട് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതെന്താണെന്ന് എഴുതുക. നെക്സ്റ്റ് ആക്ച്വൽ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് എത്ര രൂപ കിട്ടും. ഇൻ കേസ് ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഞാനൊരു അക്കൗണ്ടൻ്റ് ആണ് എന്ന് വിചാരിക്കുക. ആക്ച്വൽ സാലറി ഓക്കെ, ഇപ്പോഴത്തെ നമ്മളുടെ നാട്ടിൽ ഓക്കെ അത്യാവശ്യം ഒരു 18,000 മുതൽ 20,000 രൂപ വരെ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്നത് ഈ സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കിട്ടുന്ന സാലറി, എനിക്ക് കിട്ടുന്നത് ഒരു 13,000 രൂപ എനിക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, എനിക്ക് ഒരു 7,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അത് ചിലപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. ഓക്കെ, എന്നിരുന്നാലും ഈ ഒരു പ്രൊഫഷൻ, എൻ്റെ അക്കൗണ്ടിങ് എന്നുള്ളൊരു പ്രൊഫഷന് ആക്ച്വലി ഒരു 20,000 മുതൽ 22,000 25,000 രൂപ വരെയൊക്കെ കിട്ടും. ഓക്കെ, പക്ഷേ എനിക്ക് കിട്ടുന്നത് 13,000 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങളുടെ ഒക്യുപ്പേഷൻ എഴുതുക, ആക്ച്വൽ സാലറി, മാർക്കറ്റിലെ ആക്ച്വലി അതിന് കിട്ടേണ്ട ഒരു സാലറി, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം എഴുതുക. ചില ആളുകൾക്ക് 1 ആയിരിക്കും, ചില ആൾക്ക് 2 ആയിരിക്കും, ചില ആൾക്ക് 3 ആയിരിക്കും, ചില ആൾക്ക് 1 ഉണ്ടാവില്ല. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ രാവിലെ പേപ്പർ ഇടാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ടാവാം, പാല് കൊണ്ടു കൊടുക്കാൻ പോകുന്ന ആളുകളാണ്, ചിലർക്ക് വീടിൻ്റെ പുതിയ ഒരു റെൻറ്റിങ് ഹൗസ് ഉണ്ടാവാം, അതിൻ്റെ റെൻറ്റിങ് ഇൻകം കിട്ടുന്നവരുണ്ടാവും, ചില ആളുകൾ ട്യൂഷൻ എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ നമ്പർ ഓഫ് ഇൻകം സോഴ്സ് എത്രയാണെന്നുള്ളത് അതും ജസ്റ്റ് എഴുതുക. ഇനി ഓവറോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ സാറ്റിസ്ഫൈ ആണോ. ഓക്കെ, നിങ്ങൾ ഇതിൽ ഓവറോൾ സാറ്റിസ്ഫൈ ആണോ. ഭൂരിഭാഗം ആളുകളും നോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണോ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ. കാരണം നിങ്ങൾ ഓവറോൾ നിങ്ങൾ സാറ്റിസ്ഫൈ ആയിരിക്കില്ല. ചില ആളുകൾ സാറ്റിസ്ഫൈ ആയിട്ടും ചെയ്യുന്നവരുണ്ട്. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈ അല്ലാന്നായിരിക്കും കൂടുതൽ ആളുകൾക്കും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ട്. ട്രേഡിങ്ങിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലതരം ട്രേഡിംഗ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങൾ ഇപ്പം എന്ത് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് അതൊന്നുമല്ല പ്രശ്നം. നിങ്ങളിപ്പം ചെയ്യുന്ന ട്രേഡിങ്ങിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എന്താണ്. 1 lakh ആയിരിക്കാം ചിലത് 50,000 രൂപയായിരിക്കാം, ചിലത് 20,000 രൂപയായിരിക്കാം, ചിലത് 10,000 രൂപയായിരിക്കാം, ചില ആളുകൾക്ക് 1,00,000 മുകളിലേക്ക് ആയിരിക്കാം. ഓക്കെ, ഇനി നോക്കുന്നത് ഹൗ മച്ച് ഐ വാണ്ട് ഇൻ പെർസെൻറ്റേജ്. നിങ്ങൾക്ക് ഹൗ മച്ച്, നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. മന്ത്ലി, ആനുവലി. ഓക്കെ, മന്ത്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് വേണം.
ഇയർലി നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് വേണം. ഓക്കെ, ഈ പെർസെൻറ്റേജ് വൈസ് നോക്കുന്ന സമയത്ത് എന്താണ്, ഇപ്പം എൻ്റെ കയ്യിൽ 1,00,000 ആണുള്ളതെങ്കിൽ മന്ത്ലി എനിക്കൊരു 10% വേണം. ഓക്കെ, കാരണം അത് എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,00,000 ആണ്. ഹൗ മച്ച് ഐ വാണ്ട് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് എത്ര വേണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തുറന്നടിച്ച് പറയുന്നു എനിക്കൊരു 10% വേണം. 10% എന്ന് പറയുമ്പോൾ എത്രയാണ്, ഒരു 10,000 രൂപ. 1,00,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,00,000. ഓക്കെ, ചില ആളുകൾക്ക് 1,00,000 5% മതിയാവും. ഓക്കെ, മന്ത്ലി എനിക്ക് 5% മതി. മന്ത്ലി വൈസ് ആണ് പറയുന്നത്, 5% മതി. അതായത് ഒരു 5,000 രൂപ, 5,000 രൂപ എനിക്ക് മതി. ചില ആളുകളുടെ 1,00,000 ആയിരിക്കും അവരുടെ ക്യാപിറ്റൽ, അവർക്ക് വേണ്ടത് 30% ആയിരിക്കും വേണ്ടത്. എത്രയാണ്, 30,000 രൂപയായിരിക്കും അവർക്ക് മന്ത്ലി വേണ്ടത്. ഓക്കെ, ഒക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻഡൻസി അനുസരിച്ചായിരിക്കും, ഓരോരുത്തരെ ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, സ്റ്റേജ് 2-ൽ നിങ്ങളുടെ ഒക്യുപ്പേഷൻ ചെയ്ത ആക്ച്വൽ സാലറി, നിങ്ങളുടെ സാലറിക്ക് മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് എത്ര കിട്ടുന്നു, അതിനുശേഷം സാലറി നിങ്ങൾക്ക് എത്ര കിട്ടുന്നു, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻകം സോഴ്സ് ഉണ്ടോ അത് എഴുതുക. ഓവറോൾ നോക്കുകയാണെങ്കിൽ സാറ്റിസ്ഫൈ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇതുകൊണ്ട് കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഓവറോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സാലറി പാക്കേജ് വെച്ചിട്ട് എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ ടോട്ടലി നിങ്ങൾക്കൊരു മന്ത്ലി ഇൻകം കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് എന്ത് മനസ്സിലാവുന്നു, അതാണ് ഓവറോൾ സാറ്റിസ്ഫൈയിൽ നോക്കുക. അതിനുശേഷം എന്താണ്, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വരുന്നു, നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് എഴുതുക. നിങ്ങൾക്ക് ഹൗ മച്ച് ഐ വാണ്ട്, എനിക്ക് വേണ്ടത് മന്ത്ലി നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് വേണം, അതുകൂടി ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഓക്കെ, നമ്മൾ സ്റ്റേജ് 1-ഉം സ്റ്റേജ് 2-ഉം നമ്മൾ ഫില്ല് ചെയ്തു. നെക്സ്റ്റ് സ്റ്റേജ് 3, നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ കൺട്രോൾ. നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ ഉള്ള ഒരാളാണോ നിങ്ങൾ? ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് സന്തോഷം, അമിതമായിട്ട് സന്തോഷം വരുന്ന ഒരു സെനാരിയോ നോക്കാം, അല്ലെങ്കിൽ അമിതമായിട്ട് എന്താണ് ഒരു ദുഃഖം വരുന്ന സെനാരിയോ ഉണ്ടാവും. ഓക്കെ, ഈ ഈ ഇത് രണ്ടും ഒരു ഇമോഷനാണ്. ഓക്കെ, ഹ്യൂമൻ എന്നുള്ള രീതിയിൽ രണ്ടും ഇമോഷനാണ്. ഓക്കെ, ഇതിനെ പോസിറ്റീവ് ഇമോഷനോ നെഗറ്റീവ് ഇമോഷനോ അങ്ങനെ ഒന്നും കാറ്റഗറൈസ് ചെയ്യുന്നില്ല, രണ്ടും ഒരു ഇമോഷനാണ്. ഈ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പെട്ടെന്ന് കൂടുതൽ സന്തോഷം വരുന്ന സമയത്ത് സന്തോഷത്തിനെ കൺട്രോൾ ചെയ്യാനും, കൂടുതൽ ദുഃഖം വരുന്ന സമയത്ത് ദുഃഖത്തിനെ കൺട്രോൾ ചെയ്ത് വെക്കാനും, ആ ഒരു സ്റ്റെബിലിറ്റി നേച്ചറിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ടിക്ക് ഇടുക, ഇല്ലെങ്കിൽ ടിക്ക് ഇടാതിരിക്കുക. ഓക്കെ, എത്തിക്സ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് എന്താണ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പറയുമ്പോൾ എന്താ, പെട്ടെന്ന് ഇപ്പം നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട്, നിങ്ങളെ ജോലിയിൽ നിന്ന് ഇന്ന് തന്നെ പിരിച്ചുവിട്ട സമയത്ത് എന്താണ്, ഒരു ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഉള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾ അന്ന് തന്നെ മറ്റൊരു പണി സെറ്റാക്കിയിട്ടുണ്ടാവും. അന്ന് വൈകുന്നേരമാണ് പിരിച്ചു വിട്ടുമെങ്കിൽ താൽക്കാലികമായിട്ട് വേറൊരു ജോലി കിട്ടുന്നത് വരെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജോലി അന്ന് തന്നെ സെറ്റാക്കിയിട്ടുണ്ടാവും. ഒരു ക്വിക്ക് ഡിസിഷൻ മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ജോലി വേണം, പക്ഷെ എന്താണ്, ജോലിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പതിയെ ഇരുന്ന്, അതല്ല ഉദ്ദേശിക്കുന്നത്. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക. ഓക്കെ, ആ ഒരു എബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ടിക്ക് ഇടാം. നെക്സ്റ്റ്, ഗുഡ് ഓർ ബാഡ് ഹാബിറ്റ്. നിങ്ങൾക്കുണ്ടാവുന്ന ഗുഡ് ഹാബിറ്റ്സ്, ബാഡ് ഹാബിറ്റ്സ്. ഗുഡ് ഹാബിറ്റ് എക്സസൈസ്, ജിമ്മ് പോകുന്നത്, ഓക്കെ, ലേണിങ്, സ്പീക്കിങ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ഗുഡ് ഹാബിറ്റ്സ് ഉള്ള രീതിയിൽ അത് എഴുതുക. ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ആൽക്കഹോൾ, ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, ഗോസിപ്സ്, അതും ഒരു ബാഡ് ഹാബിറ്റാണ്. ഓക്കെ, അതുണ്ടെന്നുണ്ടെങ്കിൽ അതും എഴുതുക ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസ്ഡ് ആൻഡ് അൺഫോക്കസ്ഡ്. നിങ്ങളൊരു ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അൺഫോക്കസ്ഡ് ആണോ? ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഫോക്കസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് തന്നെ ഒരുപാട് നേരം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അൺഫോക്കസ്ഡ് ആണോ? ആണെങ്കിൽ ശരിയിടുക, അല്ലെങ്കിൽ തെറ്റിടുക. അടുത്തെന്ന് പറയുന്നത് ഇംപ്രൂവിങ് ഓർ ലേണിംഗ്. ഓക്കെ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പേഴ്സണലി ഇംപ്രൂവ് ആവാൻ ശ്രമിക്കാറുണ്ടോ? ഓക്കെ, അതിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഓക്കെ, അതിൻ്റെ ബേസിൽ ടിക്ക് ഇടുക, അല്ലെങ്കിൽ തെറ്റിടുക. ഓക്കെ, നെക്സ്റ്റ് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾക്ക് നല്ല ക്ഷമയുള്ള ഒരാളാണോ, അല്ലെങ്കിൽ തീരെ ക്ഷമ ഇല്ലാത്ത ഒരാളാണോ? ഓക്കെ, ഒരുപാട് ക്യൂവിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഫോണിൽ കളിക്കാൻ തോന്നുന്നുണ്ടോ? പേഷ്യൻസ് എന്താണ് പേഷ്യൻസ്? ഓക്കെ, പേഷ്യൻസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ ടിക്ക് ഇടുക, അല്ലെങ്കിൽ തെറ്റിടുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 24 ഹവറാണ് ഒരു ദിവസം എല്ലാവർക്കും ഉള്ളത്. 24 ഹവേഴ്സാണ് എല്ലാവർക്കും ഉള്ളത്. ഇതിൽ തന്നെ എന്താണ്, നമ്മളൊരു 6 to
8 hours ഉറങ്ങും, ചിലപ്പോൾ 9 hours വർക്ക് ഉണ്ടാവാം. അങ്ങനെ ഒരു 12 to 40 hours നമ്മൾ അങ്ങനെ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും, വർക്കും ഉറക്കുമായിട്ട്. ബാക്കിയുള്ള ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനൊക്കെ ഒരു ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഒരു ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? ഓക്കെ, അതിനെ ബേസിൽ ടിക്കിടുക, തെറ്റിടുക. നെക്സ്റ്റ്, ഈഗോ. ഒരു ഈഗോ ഉള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? എത്തിക്സ് കീപ്പ് ചെയ്തിട്ട് സത്യസന്ധമായിട്ട് എഴുതുക. ഈഗോ ഉള്ള ഒരാളാണോ? എല്ലാവർക്കും ഈഗോ ഇല്ലാത്ത ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈഗോ ഉള്ളവരുണ്ടാവാം. ഉണ്ടെങ്കിൽ എഴുതുക, ടിക്കിടുക. നെക്സ്റ്റ്, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരാളാണോ? ഡിസിപ്ലിൻസ് ഫോളോ ചെയ്യുന്ന ആളാണോ? ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ഒരു സന്ദർഭങ്ങളിൽ, പലതരം സന്ദർഭങ്ങളിൽ അതിനനുസരിച്ചുള്ള ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ടിക്കിടുക. ഓക്കെ, ഇപ്പം നമ്മൾ 3 സ്റ്റേജസ് എഴുതി. ഓക്കെ, എന്താണ് സ്റ്റേജ് 3 നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ നിങ്ങൾ? ക്യൂട്ട് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉള്ള ഒരാളാണോ? ഗുഡ് ഓർ ബാഡ് ഹാബിറ്റ്സ് ഉള്ളതാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഫോക്കസ്ഡ് ഓർ അൺഫോക്കസ്ഡ് ആണോ? ലേണിംഗ് ഓർ ഇംപ്രൂവിംഗ് ആണോ? അതുപോലെ പേഷ്യൻസ് ഉള്ള ഒരാളാണോ നിങ്ങൾ? ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന ആളാണോ? ഈഗോ ഉള്ള ഒരാളാണോ? ഈഗോ ഇല്ലാത്ത ആളാണോ? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണോ? ഡിസിപ്ലിൻഡ് ആയിട്ട് ഇല്ലാത്ത ഒരാളാണോ? ഓക്കെ, ഇതെല്ലാം ഇപ്പം നമ്മൾ 3 സ്റ്റേജസ് നമ്മൾ ചെയ്തു. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം സ്റ്റേജ് 3യും പെന്നും പേപ്പറും എടുത്ത് നോട്ട് ചെയ്ത് വെച്ചവരും ഉണ്ടാവാം, ജസ്റ്റ് കേട്ട് പോയിട്ട് മനസ്സിൽ ഫില്ല് ചെയ്ത ആളുകളും ഉണ്ടാവാം. ഓക്കെ, അപ്പം എന്താ ചെയ്യുക, നിങ്ങൾ ഈ ഒരു എഴുതി വെച്ച കാര്യങ്ങളെല്ലാം നമുക്കെന്താണ് കുറച്ച് നേരത്തേക്കൊന്ന് മടക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുക, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം ഈ മടക്കി വെച്ച സാധനം തുറന്ന് നോക്കി നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാം. സെഗ്മെൻറ്റ് ഫോർ പാർട്ടിസിപ്പേഷൻ. ഇപ്പം നമ്മൾ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം സ്റ്റേജ് 3യും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സെഗ്മെൻറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇതിൽ ഓരോരുത്തരും ഓരോ സെഗ്മെൻറ്റിലായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചിലർ ഇൻട്രാഡേയിലായിരിക്കാം, ചില ആളുകൾ ഇൻട്രാഡേയിൽ തന്നെ സ്കാൽപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കാം, ചില ആളുകൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരായിരിക്കാം, ചില ആളുകൾ പൊസിഷണൽ ട്രേഡ് എടുക്കുന്നവരായിരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്കാൽപ്പിംഗ് ഇൻട്രാഡേ ഇതെന്ന് പറയുന്നത് എന്താണ്? ഫ്യൂ മിനിറ്റ്സ്, അതിൻ്റെ ടൈം പീരീഡാണ് ഞാൻ പറയുന്നത്. ടൈപ്പ് ഓഫ് ട്രേഡിൽ സ്കാൽപ്പിങ്ങും ഇൻട്രാഡേയും. ഓക്കെ, അതും എന്താണ്? സ്കാൽപ്പിംഗ് എന്ന് പറയുന്നതും ഒരു ഡേ ട്രേഡിങ്ങിലും വരുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, ഫ്യൂ മിനിറ്റ്സ്, ഫ്യൂ അവേഴ്സ് എന്തൊക്കെ നമ്മൾ ചെയ്യും? നമുക്കെന്താണ്, സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ എഫ് എൻ ഒയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ സ്കാൽപ്പിങ്ങും ഇൻട്രാഡേയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കൊമോഡിറ്റിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, കൊമോഡിറ്റിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, ഫോറക്സിൽ ചെയ്യുന്ന ആളുകളുണ്ട്, അതർ ബിറ്റ് കോയിൻസിൽ ചെയ്യുന്ന ആളുകളുണ്ട്, ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ് കോയിനിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ സ്കാൽപ്പിംഗ് ഓർ ഇൻട്രാഡേ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഈ എല്ലാ ഇതിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? സ്വിംഗ് ട്രേഡ് നോക്കുന്ന സമയത്ത് എന്താണ്? സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് സെവറൽ ഡേയ്സ് ഓർ സെവറൽ വീക്സ്, ചിലപ്പോൾ സെവറൽ മന്ത്സ് വരെ ചിലപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യും. ഓക്കെ, അതെന്താണ്? നമ്മൾ സ്റ്റോക്സിൽ ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? എഫ് എൻ ഒയിൽ നമ്മൾ ചെയ്യും. എഫ്.എൻ.ഒയിൽ സ്വിംഗ് ട്രേഡ് ചെയ്യും. എഫ്.എൻ.ഒയിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന പറയുമ്പോൾ ആ ഒരു ഫ്യൂച്ചറിനായാലും ഓപ്ഷനായാലും ഒരു എക്സ്പയറി ഡേ ഉണ്ടാവും. ആ എക്സ്പയറി ഡേ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. എക്സ്പയറി ഡേ വീക്ക്ലി എക്സ്പയറിയും ഉണ്ട്, മന്ത്ലി എക്സ്പയറി ഉണ്ട്. ഓപ്ഷൻസിലാണെങ്കിൽ വീക്ക്ലി എക്സ്പയറിയും, ഫ്യൂച്ചേഴ്സിനാണെങ്കിൽ മന്ത്ലി എക്സ്പയറിയും ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 വീക്കൊക്കെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഓപ്ഷൻസിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ എന്താണ്, നെക്സ്റ്റ് വീക്ക്, അതിൻ്റെ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് എക്സ്പയറി, അതിൻ്റെ നെക്സ്റ്റ് മന്ത് എക്സ്പയറി. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്, നെക്സ്റ്റ് കറൻറ്റ് മന്ത്, ഫാർ മന്ത്, നെക്സ്റ്റ് മന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് കോൺട്രാക്ട് പീരീഡ് കഴിയുന്നത് വരെ ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് കമ്മോഡിറ്റിയിൽ ചെയ്യുന്നവരുണ്ട്, ഫോറക്സിൽ ചെയ്യുന്നവരുണ്ട്, ബിറ്റ് കോയിനിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊസിഷണൽ ട്രേഡ്. ഓക്കെ, പൊസിഷണൽ ട്രേഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇയേഴ്സ്, വീക്സ്, മന്ത്, നമ്മൾ ഒരു ലോങ് ടൈം ഫ്രെയിം പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ സ്റ്റോക്കിൽ ചെയ്യും. ലോങ് ടേമിലേക്ക് നമ്മൾ എഫ്.എൻ.ഒയിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്റ്റോക്സിൽ ചെയ്യാം, അതുപോലെ തന്നെ കൊമോഡിറ്റി, അതിലൊക്കെയാണ് കൂടുതലായിട്ട് പൊസിഷണൽ ട്രേഡ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഓരോ ആളുകളും ഓരോ സെഗ്മെൻറ്റിലായിരിക്കും ചെയ്യുന്നത്. ചിലർ സ്കാൽപ്പ്, ഇൻട്രാഡേ, സ്വിങ്, പൊസിഷൻ, ഓരോ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആയിരിക്കും ഓരോരുത്തരുണ്ടാവുക. അതിൻ്റെ ഓരോ ടൈം പീരീഡും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ
ഇൻട്രാഡേയിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. ഇൻട്രാഡേയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റേജ് 3യിൽ നമ്മൾ കുറച്ച് പേഴ്സണാലിറ്റിയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റേജ് 3യിൽ പെന്നും പേപ്പർ എഴുതിയവരാണെങ്കിൽ പേപ്പർ തുറന്ന് ഒന്ന് സ്റ്റേജ് 3യിലേക്ക് നോക്കുക. എന്താണ് നമ്മൾ സ്റ്റേജ് 3യിൽ എഴുതിയ കുറച്ച് പേഴ്സണാലിറ്റീസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഇത് കണ്ട് മനസ്സിൽ ഫില്ല് ചെയ്ത ആളുകളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേക്ക് ആദ്യം വേണ്ട പേഷ്യൻസ് നിങ്ങൾ നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക ആ ഒരു പേഴ്സണാലിറ്റീസിൽ. ഓക്കെ, നിങ്ങൾ നോക്കുക, ഡിസിപ്ലിൻ ആദ്യം വേണം. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് നന്നായിട്ട് പേഷ്യൻസ് വേണം. അതുപോലെ തന്നെ നല്ല ഇമോഷണൽ കൺട്രോൾ ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ ഉള്ള ഒരാളായിരിക്കണം നിങ്ങൾ. അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ടൈം മാനേജ്മെൻ്റ് ഉള്ള ഒരാളായിരിക്കണം നിങ്ങൾ. അതുപോലെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം നിങ്ങൾ. അതുപോലെ മച്ച് മോർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ കണ്ടിന്യൂസ് ലേണിംഗ് ഉള്ള ഒരാളായിരിക്കണം. കണ്ടിന്യൂസ്ലി പഠിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ നല്ലൊരു നോളജ് ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ ഡീസൻറ്റ് ക്യാപിറ്റൽ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഡീസൻറ്റ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ്, നമുക്കെല്ലാം ഒന്നും കൂടി നോക്കാം. ഡിസിപ്ലിൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ. ഓക്കെ, എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ്, ഇതെല്ലാം നല്ലൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന, ഓക്കെ, ഡേ ടു ഡേ ലൈഫ് എന്നുള്ള രീതിയിൽ എന്താണ് ഇൻട്രാഡേ നമ്മുടെ ആ ഒരു പ്രൊഫഷനിലും നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു നല്ലൊരു പേഷ്യൻസ് ഉള്ള ഒരു എൻട്രി ക്രൈറ്റീരിയ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രൈസ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് പല രീതിയിൽ പല പാറ്റേൺസും പല ഇൻഡിക്കേഷൻസും കാണിക്കും. പക്ഷെ നമ്മൾ ഏതാണ് പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്തത്, ആ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. എത്തിക്കഴിഞ്ഞാലോ അവിടുന്ന് നമ്മൾ എൻട്രി എടുത്ത് നമ്മൾ എവിടെയാണോ SL വെച്ചത്, എവിടെയാണോ ടാർഗറ്റ് വെച്ചത്, അതിലേതെങ്കിലും ഒന്ന് വെദർ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം, ആദ്യം പ്രോഫിറ്റ് ഹിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്, അതിലേതാണോ ആദ്യം ടാപ്പ് വരുന്നത് അതുവരെ നമ്മൾ ക്ഷമിച്ചിരിക്കുക. നെക്സ്റ്റ്, ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ട്രേഡ് എടുത്ത് ഇപ്പം ഇമോഷനെ കൺട്രോൾ ചെയ്യാനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ആദ്യം ഇമോഷണൽ കൺട്രോൾ ചോദിക്കുന്നത് എന്നൊക്കെ തോന്നും. ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ സമയത്ത് എന്താണ്, നമുക്ക് ട്രേഡ് എടുക്കുന്നത് വരെ ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട് നമ്മളെ കൂടെ. എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെക്നിക്കൽ അനാലിസിസ് കൊണ്ടും കാര്യമില്ല. ഇമോഷണൽ കൺട്രോൾ, അപ്പം നമുക്ക് നേരത്തെ ഒരു പിക്ചർ കാണിച്ചല്ലോ, നമുക്ക് പലതരം ഇമോഷൻസ് വരുന്നത്, ഫിയർ, നെർവസ്നെസ്, ഗ്രീഡ്, ഹോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനൊക്കെ ജസ്റ്റ് ഒരു ഇമോഷണൽ കൺട്രോൾ ഉള്ള ആളാണോ നിങ്ങൾ? അതുപോലെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ, നമ്മൾ സ്റ്റേജ് 3യിൽ പറഞ്ഞ പോലെ ഫോക്കസ് അൺഫോക്കസ്ഡ്, നിങ്ങൾ ചെയ്യുന്ന ജോലി അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, ഇൻട്രാഡേക്ക് വേണ്ടതും ആ ഒരു ക്വാളിറ്റി തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അതുപോലെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താ, ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ എന്താണ്, നമ്മൾ വെരി ഷോർട്ട് ടൈം പീരീഡിലാണ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് മുകളിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ ഒരു ഷോർട്ട് ടൈം വ്യൂ എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് നോക്കുന്ന ദിവസം ഒരു ദിവസം അപ്പ് മൂവ്മെൻ്റ് ആയിരിക്കാം, ചില ദിവസം ഒരു സൈഡ് വേസ് ആയിരിക്കാം, അതിനുശേഷം ഒരു അപ്പ് മൂവ് ആയിരിക്കാം, അതിനുശേഷം ഒരു ഡൗൺ മൂവ്മെൻ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താ, ഇൻട്രാഡേയിൽ ഒരുപാട് ആളുകൾ ലൂസ് ആവുന്നതിൻ്റെ കാര്യം എന്താണ്, ഈ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം എന്താണ്, മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തത് അല്ലെങ്കിൽ ഇന്നലെ മാർക്കറ്റ് ഒരു ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തത്, ഒരു ബുള്ളിഷ് നേച്ചർ ആയിരുന്നു ഇന്നലെ. പക്ഷേ ഇന്നത്തേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഒബ്വിയസ്ലി മാർക്കറ്റിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ് മാറും. ഓക്കെ, എന്താണ്, ചിലപ്പോൾ ഒരു സൈഡ് വൈസ് ആയിരിക്കാം. ഓക്കെ, അതിനുശേഷം ഒരു ഡൗൺ. പക്ഷേ എന്താണ്, നമ്മളൊരു വീക്ക്ലിയിലോ അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. ഒബ്വിയസ്ലി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന പോലെ, പക്ഷേ ഷോർട്ട് ടൈം പീരീഡിൽ അവിടെ നടക്കുന്ന ഗെയിം എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമായിരിക്കും. അപ്പം എന്താണ്, പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾ. നെക്സ്റ്റ്, കണ്ടിന്യൂസ് ലേണിംഗ്. ഓക്കെ, നമ്മളൊരു ട്രേഡ് എടുത്ത് അതിൽ നിന്ന് ലോസോ പ്രോഫിറ്റോ വന്നു കഴിഞ്ഞാൽ അത് പഠിക്കാൻ, ഓക്കെ, ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ. നിങ്ങൾ പറയുന്ന പോലെ ഇൻട്രാഡേക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 1 lakh, ഒരു 50K മിനിമം. ഞാൻ മിനിമം പറയുന്നത് ഈ ഒരു എമൗണ്ടാണ്. ഒരു മിനിമം, ഒരു ബിഗിനർ. പലരും ചോദിക്കും 5000 വെച്ച് ചെയ്തുകൂടെ, 10,000 വെച്ച് ചെയ്തുകൂടെ? പറ്റും, 10,000 വെച്ചും 20,000 വെച്ചൊക്കെ ചെയ്യാം.
പക്ഷെ എന്താണ്, ഇതൊരു ലേണിംഗ് ക്യാപിറ്റൽ. പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ചെറിയ ക്യാപിറ്റൽ വെച്ച് യൂസ് ചെയ്യാം. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഒന്ന് ഒരു നമ്മളെന്താണ് നമ്മൾ ഇതിനേക്കായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ ക്യാപിറ്റൽ ഒരു ഡീസൻറ്റ് ക്യാപിറ്റൽ ആയിരിക്കണം. അതുപോലെ നോളജ് നന്നായിട്ട്, ഇതിനെക്കുറിച്ച് നന്നായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ സ്റ്റേജ് 3-ൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഈ പേഴ്സണാലിറ്റി എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, നിങ്ങൾക്ക് ഇൻട്രാഡേ ചൂസ് ചെയ്യാം. ഓക്കെ, എന്താണ് നോളജ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻട്രാഡേനെ പറ്റിയിട്ടുള്ള നല്ല നോളജ്, ഇൻട്രാഡേ ട്രേഡിംഗ്, ഡേ ട്രേഡിങ്ങിനെ പറ്റിയുള്ള നല്ലൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഡീസൻറ്റ് ക്യാപിറ്റൽ വേണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പറ്റിയ ഒരു മേഖലയല്ല ഇത്. ഇൻട്രാഡേ ട്രേഡിംഗ് നിങ്ങൾക്ക് പറ്റിയ മേഖലയല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിങ്ങിൽ അധിക കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ്. അതുപോലെ ഇൻട്രാഡേയിൽ നമ്മളൊരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവിലായിരിക്കണം ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിൽ എന്താണ്, ഫണ്ടമെൻ്റലിയും ടെക്നിക്കലി അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമുക്ക് ഫണ്ടമെൻ്റലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ കോൺഫിഡൻസ് വേണം, ഇമോഷണൽ കൺട്രോൾ വേണം. നമ്മൾ ഇൻട്രാഡേയിൽ പറഞ്ഞ പോലെ ഡീസൻറ്റ് ക്യാപിറ്റൽ വേണം. അതുപോലെ സ്വിംഗ് ട്രേഡ് ബേസിൽ ഒരു അത്യാവശ്യം ഒരു നോളജും വേണം. ഇനി ലോങ് ടേം ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്താണ്, ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നോളജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് ലോങ് ടേം ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് തിരഞ്ഞെടുക്കാം. ആരോടെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോടൊക്കെ ചോദിച്ച് നല്ലൊരു മ്യൂച്വൽ ഫണ്ട്സ് തിരഞ്ഞെടുക്കുക. SIP ചെയ്യാം. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ എന്താണ്, സ്റ്റോക്സിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കാം. ഓക്കെ, ഇപ്പം എന്താണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്ലൈഡുകളിൽ പറഞ്ഞതെന്ന് പറയുന്നത് എന്താണ്, സെഗ്മെൻറ്റ് 4 പാർട്ടിസിപ്പേഷൻ, കുറച്ച് സെഗ്മെൻറ്റ്സ് പറഞ്ഞു, അതിൻ്റെ ടൈം പീരീഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇൻട്രാഡേയിൽ നമുക്ക് പാലിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു. സ്വിംഗ് ട്രേഡിങ്ങിലും പറഞ്ഞു, ലോങ് ടൈം ട്രേഡിങ്ങിലും പറഞ്ഞു. ഇനി നമ്മൾ ഈ എഴുതിയ ഓരോ സ്റ്റേജിനെയും നമ്മളൊന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റേജ് 3യിൽ നമ്മൾ കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞു. ഓക്കെ, അത് നിങ്ങൾ എത്തിക്സ് നല്ല എന്താണ് വ്യക്തമായിട്ട് എന്താണ് നിങ്ങൾ എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് അതെല്ലാം ഫില്ല് ചെയ്തു. അതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി. ഓക്കെ, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണോ, ഈഗോ ഉള്ള ഒരാളാണോ, അല്ലാണ്ട് ഇമോഷണൽ കൺട്രോളിലാണോ, നിങ്ങളുടെ ഗുഡ് ഹാബിറ്റ് എന്താണ്, ബാഡ് ഹാബിറ്റ്, ഇതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി. സ്റ്റേജ് 3 എന്ന് പറയുന്നത്. അതത് സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്, യുവർ എക്സ്പെക്റ്റേഷൻ. നിങ്ങളുടെ സാലറിയിൽ നിങ്ങൾ തൃപ്തനാണോ, തൃപ്തനല്ലേ, തൃപ്തനാണ് അല്ലെങ്കിൽ തൃപ്തനല്ല, ഞാൻ സാറ്റിസ്ഫൈ അല്ല അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ ഇത്രയാണ്, എനിക്ക് ക്യാപിറ്റലിൻ്റെ മുകളിൽ വേണ്ട ഒരു റേറ്റ് ഓഫ് റിട്ടേൺ, പെർസെൻറ്റേജ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, ദാറ്റ് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻ. നെക്സ്റ്റ് എന്താണ്, യുവർ സെൽഫ്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് യുവർ സെൽഫ്, സ്റ്റേജ് 2 എന്ന് പറയുന്നത് യുവർ എക്സ്പെക്റ്റേഷൻ, സ്റ്റേജ് 3 എന്ന് പറയുന്നത് യുവർ പേഴ്സണാലിറ്റി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ സെഗ്മെൻറ്റ്, ഓരോരുത്തരും ഓരോ സെഗ്മെൻറ്റിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നതെന്ന് അറിയാലോ. അപ്പോൾ എന്താണ്, നമുക്ക് അതിൻ്റെ റിസ്ക് ടോളറൻസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി, ഓക്കെ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, വെരി ഷോർട്ട് ടേം ഇൻട്രാഡേ സ്കാൽപ്പിംഗ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാം ചെയ്യുമ്പോൾ എന്താണ് അതിൽ റിസ്ക് ഇൻവോൾവ് ആണ്. ഇപ്പോൾ ലോങ് ടേം 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലോങ് ടേം 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലോങ് ടേം എന്ന് പറയുന്നത് എന്താണ്, അത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ മാർക്കറ്റിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എനിക്ക് മാർക്കറ്റിൽ ഒരുപാട് നേരം നോക്കിയിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയല്ല, എനിക്കെന്താണ് സ്റ്റോക്സ് വാങ്ങിയിട്ട് ഒരുപാട് കാലം ഹോൾഡ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, SIP പോലുള്ള ഫണ്ട്സിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. ചില ആളുകൾക്ക് എന്താണ് ഫണ്ടമെൻ്റലി അനാലിസിസ് ചെയ്യാൻ എനിക്കറിയാം. ഓക്കെ, എനിക്ക് വേറൊരു ഫണ്ട് മാനേജേഴ്സിൻ്റെ ഒരു ഫണ്ടിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു സെർട്ടൺ എമൗണ്ട് ഞാൻ തന്നെ ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്സോ കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ട് ചെയ്തോളാം എന്ന് പറയുന്ന ആ ഒരു ലോങ് ടേം ട്രേഡിംഗ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റേതായിട്ടുള്ളൊരു റിസ്ക് അപ്പറ്റൈറ്റ് അതിനെല്ലാം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സ്വിംഗ് ട്രേഡിംഗ് നമ്മൾ പറഞ്ഞ പോലെ സ്റ്റോക്സിൽ ചെയ്യാം, കമ്മോഡിറ്റീസിൽ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് FNO സെഗ്മെൻറ്റ്, അതിൻ്റെ ഓരോ കോൺട്രാക്ട് പീരീഡ് അവസാനിക്കുന്നത് വരെ ആ ഒരു സ്വിംഗ് ട്രേഡ് ബേസിൽ ചെയ്യാം. അതെന്ന് പറയുന്നത് ഈ ലോങ് ടേം ട്രേഡിങ്ങിനേക്കാൾ കുറച്ചുകൂടി ഹയർ റിസ്കി ആയിരിക്കും, അതുപോലെ തന്നെ ഹയർ റിവാർഡും ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് ഇൻട്രാഡേ എന്താണ്, നമ്മൾ സ്റ്റോക്സിൽ നോക്കും,
FNO സെഗ്മെൻറ്റ്സിൽ നോക്കും. ഓക്കെ, സ്കാൽപ്പിംഗ് ഒക്കെ ഇൻട്രാഡേ ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഹയർ റിസ്ക് ആണ്. ഹയർ റിസ്ക് ആണ്. ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ജസ്റ്റ് ഒരു റിസ്ക് ടോളറൻസ് കാണിച്ചിട്ടേ ഉള്ളൂ, റിസ്ക് എല്ലാത്തിലും ഒരു റിസ്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 കാര്യങ്ങൾ. സ്റ്റേജ് 1 എന്ന് പറയുന്നത് യുവർ സെൽഫ്, സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ യുവർ എക്സ്പെക്റ്റേഷൻ, സ്റ്റേജ് 3 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേജ് 1 എന്ന് പറയുന്നത് യുവർ സെൽഫ്, സ്റ്റേജ് 2 എന്ന് പറയുന്നത് യുവർ എക്സ്പെക്റ്റേഷൻ, സ്റ്റേജ് 3 എന്ന് പറയുന്നത് യുവർ പേഴ്സണാലിറ്റി. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേജ് 2വും സിമ്പിളായിട്ട് മനസ്സിലാക്കാം, സ്റ്റേജ് 2വും സ്റ്റേജ് 3യും. സ്റ്റേജ് 2 എന്ന് പറയുന്നത് യുവർ എക്സ്പെക്റ്റേഷൻ, ഓക്കെ, യുവർ എക്സ്പെക്റ്റേഷൻ. സ്റ്റേജ് 3 എന്ന് പറയുന്നത് യുവർ പേഴ്സണാലിറ്റി. നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്താൽ മാത്രമേ ഇനി അങ്ങോട്ട് പറയുന്ന സൈക്കോളജി പഠിച്ച് മാസ്റ്റർ ചെയ്യാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾക്ക് മാച്ച് ആവാത്ത ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ ഒരുപാട് മാസ്റ്റർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ടെക്നിക്കലി നിങ്ങൾ ഇമ്പ്രൂവ് ആവും, പക്ഷേ സൈക്കോളജിക്കലി നിങ്ങൾ വീക്കേ ആകൂ. കാരണം എന്താ, ഒരു ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾക്ക്. കാരണം എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും മീറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സിങ്ക് ആവാത്ത തരത്തിലുള്ള ഒരു സെഗ്മെൻ്റാണ് നിങ്ങൾ ചൂസ് ചെയ്തത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, എനിക്ക് നല്ല രീതിയിലൊരു ജോലിയുണ്ട്, ഓക്കെ, എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻട്രാഡേ ട്രേഡിങ്. നമ്മൾ നേരത്തെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ട ക്വാളിറ്റീസിൽ കുറച്ച് ക്വാളിറ്റീസ് മിസ്സാണ്. കുറച്ച് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒരു ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ കുറച്ച് പേഷ്യൻസ് കുറവുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു ജോലീൻ്റെ ഇടയിലൂടെ ഞാൻ ഓപ്ഷൻസ് പോയി ചെയ്താൽ എന്താണ്, അത് എനിക്ക് എൻ്റെ സെഗ്മെൻ്റ് അല്ല, എൻ്റെ എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആയിരിക്കാം, പക്ഷെ എൻ്റെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആവാത്തൊരു സെഗ്മെൻ്റാണത്. ഞാൻ അതിൽ മാസ്റ്റർ ചെയ്താലും, ടെക്നിക്കലി ഞാൻ ഇമ്പ്രൂവ് ആയാലും, സൈക്കോളജിക്കലി ഞാൻ ഇമ്പ്രൂവ് ആവില്ല. ടെക്നിക്കലി ഇമ്പ്രൂവ് ആയാലും സൈക്കോളജിക്കലി ഇമ്പ്രൂവ് ആയാലും മാത്രമേ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടൂ. ഞാൻ എൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു കാരണവശാലും എനിക്ക് വിജയിക്കാൻ പറ്റില്ല. 1, 2, 3, 4 ദിവസം ഞാൻ പ്രോഫിറ്റ് എടുക്കും, പക്ഷെ ലോങ് റണ്ണിൽ ഞാൻ ലോസിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു ബ്രേക്ക് ഇവനിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു സേർട്ടേൺ എമൗണ്ട്, ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഒരു 2-3% മതി എന്ന് വിചാരിക്കുക നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ കയ്യിൽ ഒരു 1 lakh rupees ഉണ്ട്, എനിക്ക് മാസം ഒരു 2000-3000 രൂപ മതി എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ഇൻട്രാഡേ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സ്വിംഗ് ട്രേഡ്സ് ചെയ്യുക. മന്ത്ലി 1 or 2%, അല്ലെങ്കിൽ ഒരു 3-4% എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്താൽ മതി. പകരം എന്താണ്, നമ്മളെന്താണ് ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് അതിൻ്റെ ഇരട്ടി റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. പക്ഷെ എന്താണ്, നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അതല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക, എക്സ്പെക്റ്റേഷനും പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എക്സ്പെക്റ്റേഷനും നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തിരഞ്ഞെടുത്താൽ അവിടെ കോമൺലി വരുന്ന ഒരു സാധനമാണ് റിസ്ക്. ഓക്കെ, അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് റിസ്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളുടെ പേഴ്സണാലിറ്റിക്കും നമ്മളുടെ എക്സ്പെക്റ്റേഷനും മാച്ച് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തിരഞ്ഞെടുത്തു, അതിൽ നമുക്കൊരു റിസ്ക് വന്നു. ഈ റിസ്ക് നമ്മളുടെ സ്റ്റേജ് 1 എഫക്റ്റ് ചെയ്യില്ല. ഇതാണ് കൺക്ലൂഷൻ. സ്റ്റേജ് 1 എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, പകരം എൻ്റെ എക്സ്പെക്റ്റേഷനും എൻ്റെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആവാത്ത ഒരു സെഗ്മെൻ്റാണ് ഞാൻ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൽ വരുന്ന റിസ്ക് എൻ്റെ സ്റ്റേജ് 1 ബാധിക്കും, ഡെഫിനറ്റ്ലി ബാധിക്കും. നിങ്ങളുടെ സ്റ്റേജ് 1 നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെ ബാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നിങ്ങളുടെ മേജർ ലയബിലിറ്റീസിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ സ്റ്റേജ് 1 നിങ്ങളെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നെയിം എന്ന് പറയുന്നത് നിങ്ങളല്ലേ, നിങ്ങളെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മളുടെ സെഗ്മെൻറ്റ്, ഓരോ സെഗ്മെൻറ്റിനും വേണ്ട പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നമ്മളുടെ പേഴ്സണാലിറ്റി എന്താണ്? ഓക്കെ, നമ്മൾ കുറച്ചുകൂടി അഗ്രസീവ്, നിങ്ങൾ ഈ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ നല്ല എബിലിറ്റി ടു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്തോളൂ.
കുഴപ്പമില്ല. കാരണം എന്താണ്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും അത് മാച്ച് ചെയ്യുന്നുണ്ട് തോന്നിയാൽ നിങ്ങൾ ആ സെഗ്മെൻറ്റ് എടുക്കൂ. സെഗ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ വരുന്ന റിസ്ക് നമ്മളുടെ സ്റ്റേജ് 1 എഫക്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്, അത് നമുക്ക് പറ്റിയ സെഗ്മെൻറ്റ്, നമ്മളുടെ പേഴ്സണാലിറ്റിക്കും നമ്മളുടെ എക്സ്പെക്റ്റേഷനും മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയും നമ്മളുടെ എക്സ്പെക്റ്റേഷനും സിങ്ക് ആവുന്ന ആ ഒരു സെഗ്മെൻറ്റ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയ കൂടുതലായിരിക്കും. മറ്റേതിലെന്താണ്, നമ്മൾ വെറുതെ കിടന്ന് നമ്മളുടെ സമയവും നമ്മളുടെ ക്യാഷും പോകുക എന്നല്ലാതെ ഒരു ഉപകാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സ്റ്റേജ് 1 സ്റ്റേജ് 2 എഴുതി വെച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ സ്റ്റേജ് 2 നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും സ്റ്റേജ് 3 നിങ്ങളുടെ പേഴ്സണാലിറ്റിയും രണ്ടും ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. മാച്ച് ചെയ്തതിന് ശേഷം എന്താ, രണ്ടും മാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഗ്മെൻറ്റ് എന്താണ് എന്നുകൂടി നിങ്ങളൊന്ന് അനാലിസ് ചെയ്യുക. അതിൽ വരുന്ന റിസ്ക് നിങ്ങളുടെ സ്റ്റേജ് 1 എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കുന്നുണ്ടെങ്കിൽ എന്താ, ദയവ് ചെയ്ത സെഗ്മെൻറ്റ് അങ്ങ് മാറ്റുക. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും മാച്ച് ആയിട്ടുള്ള സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. ആരും വൈകിട്ടില്ല, തിരഞ്ഞെടുക്കുക. അതിൽ വേണം സൈക്കോളജി ബിൽഡ് ചെയ്യാൻ. അല്ലാതെ നിങ്ങളുടെ റോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾ കിടന്ന് കളിക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല, നിങ്ങൾ വെറുതെ സമയം പോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. ലോങ് ടേം ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങിലേക്കും താല്പര്യമില്ലാതെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി പോകുന്നത് എങ്ങോട്ടേക്കാണ്, ഓപ്ഷൻസും ഇൻട്രാഡേയിലേക്കുമാണ്. കാരണം എന്താണ്, അവരെ മാത്രം തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, പലതരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്, ഓപ്ഷൻസ് ചെയ്യൂ, ഇൻട്രാഡേ ചെയ്യൂ. ഓക്കെ, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാം. നമ്മളുടെ ഒരു 3 മാസത്തെ കോഴ്സ്, 2 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ഇൻട്രാഡേയിൽ പ്രോഫിറ്റബിൾ ആവാം. ഓക്കെ, ഒരാളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ, ഒരാളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാവരെയും കൊണ്ട് എന്ത് ചെയ്യും, ഓപ്ഷൻസും ചെയ്യിക്കും. ഇതിൽ ഒരുപാട് പേര് ട്രാപ്പാവും. ഓക്കെ, നിങ്ങളുടെ സൈക്കോളജീനെ ബാധിക്കുന്ന കാര്യങ്ങളാണത്. അതുകൊണ്ട് എന്താണ്, പല ആളുകൾക്കും ചിലപ്പോൾ അറിയില്ല, എൻ്റെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആവുന്നത് ഇൻട്രാഡേ അല്ല, ഓപ്ഷൻസ് എൻ്റെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആവുന്നതല്ല, എൻ്റെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആവുന്നത് സ്വിംഗ് ട്രേഡാണ്. ഓക്കെ, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയത് സ്വിംഗ് ട്രേഡാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് വലിയ എമൗണ്ട് കൊടുത്ത് ട്രേഡിംഗ് പഠിച്ച് ഓപ്ഷൻസിൽ ചെയ്ത് കൺഫ്യൂസായി എന്താണ് ടെക്നിക്കലി ക്ലിയർ ആവാത്തത്, ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ടെക്നിക്കലി ക്ലിയർ ആവും. സൈക്കോളജി ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. അതാ ഏറ്റവും വലിയൊരു മെൻറ്റർ വന്ന് നിങ്ങൾക്ക് പോയിട്ട് വന്നിട്ട് സൈക്കോളജി എടുത്തു കഴിഞ്ഞാലും എന്താണ്, നിങ്ങൾക്ക് അപ്പം ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കത് എന്താണ് പറയുക, ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് പറ്റിയ സാധനമല്ല ഇത്. ഈ ഒരു ട്രേഡിംഗ് ബിസിനസ് അല്ലെങ്കിൽ ഈ ഇൻട്രാഡേ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് അല്ല, അത് മനസ്സിലാക്കുക. മാച്ച് ആയവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്താണ്. മാച്ച് അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് സ്വിംഗ് ട്രേഡിലേക്ക് പോയി നോക്കുക. സ്വിംഗ് ട്രേഡിലേക്ക് പോയി നോക്കിയിട്ട് സ്വിംഗ് ബെനിഫിറ്റ്സ് നോക്കുക. ഓക്കെ, നമുക്ക് തീറ്റ ഡി കെ, ഓപ്ഷൻ ഗ്രീക്സ്, ഇത് സെറ്റിൽമെൻറ്റ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കുഴപ്പമില്ല, ഒരു റിസ്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, സ്വിംഗ് ട്രേഡ് ചെയ്യുക. ഇനി ചില ആളുകൾക്ക് എന്തായിരിക്കും, സ്വിംഗ് ട്രേഡ് പറ്റില്ല, സ്വിംഗ് ട്രേഡും ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യും, കടിച്ച് തൂങ്ങി അത് രണ്ടിലും നിൽക്കും. അവരെന്ത് ചെയ്യുക, സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ലോങ് ടൈം ട്രേഡിങ്ങിലേക്ക് പോവുക. അവർക്ക് എന്തായിരിക്കും, അവരുടെ പേഴ്സണാലിറ്റി അതായിരിക്കും മാച്ച്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്യാം, SIP ചെയ്യാം. ഇനി ഫണ്ടമെൻ്റലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നല്ല നല്ല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദയവ് ചെയ്ത് ഇതിലേക്ക് വരില്ല. ഓപ്ഷൻസ് നല്ലൊരു സെഗ്മെൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരിക്കലും വരില്ല. ഞാൻ ഒരാൾക്കും ഓപ്ഷൻസ് റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഏതാണ്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നതിൻ്റെ കാര്യം എന്താ അറിയോ, ഇതിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സൈക്കോളജി വർക്കാവാൻ തുടങ്ങും. നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ച കാര്യം നിങ്ങൾക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കാരണവശാലും കഴിയില്ല. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓപ്ഷൻസ് ആണ്. കാരണം ഓപ്ഷൻസിനാണ് കൂടുതൽ ഫാൻസ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ ഓപ്ഷൻസ് പഠിപ്പിച്ചു തരും.
ഓക്കെ. കാരണം എന്താണ്, ചിലപ്പോൾ ഒരു 1 മന്ത് കോഴ്സോ 2 മന്ത് കോഴ്സോ 3 മന്ത് കോഴ്സോ എന്നൊക്കെ പറയുമ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഡയറക്റ്റ് ഓപ്ഷൻസിലേക്കാണ് പോകുന്നത്. കാരണം എന്താണ്, അതാണ് വേണ്ടത്. ഓപ്ഷൻസ് ചെയ്ത് അതിലെ റേറ്റ് ഓഫ് റിട്ടേൺ കാണാനാണ് എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ്. കാരണം എന്താണ്, അത് സെക്കൻഡ് കൊണ്ടും മിനിറ്റ് കൊണ്ടും അവേഴ്സ് കൊണ്ടും നമുക്ക് എന്താണ് നമ്മളുടെ കണ്ണിൽ കാണിച്ചു തരും. പക്ഷേ സ്വിംഗ് ട്രേഡ് എന്താണ്, നമുക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വരും, കുറച്ച് പേഷ്യൻസ് വേണം, ഇൻട്രാഡേയിലും പേഷ്യൻസ് വേണം. ഓക്കെ. അപ്പോൾ എന്താണ്, പല ആളുകളും ചെറിയ ക്യാപിറ്റലായിട്ട് ഇൻട്രാഡേയിലേക്ക് വരും, ഒരു കാരണവശാലും. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാഡേക്ക് വേണ്ട വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വാളിറ്റി, അത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഒരു ക്വാളിറ്റി എന്താണ്, നല്ലൊരു ഡീസൻറ്റ് ക്യാപിറ്റൽ വേണം. ആ ഡീസൻറ്റ് ക്യാപിറ്റൽ വന്നിട്ടേ കാര്യമുള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്യാത്തൊരു സെഗ്മെൻറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ സ്റ്റേജിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങളെന്താണ്, 1 2 3 ചിലപ്പം വീക്കിലി മന്ത്ലി ഒക്കെ നിങ്ങൾ ചിലപ്പോൾ പ്രോഫിറ്റ് ലെവൽ ആയിരിക്കാം. ഓക്കെ. പക്ഷേ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ലോസിലായിരിക്കും, നിങ്ങൾ ബ്രേക്ക് ഈവനിലായിരിക്കും. ഓക്കെ. ഇൻ കേസ് നിങ്ങൾ എന്താണ് പ്രോഫിറ്റ് ലെവൽ ആയാൽ പോലും ബ്രോക്കറേജ്, ആ ടാക്സ് ഈ ടാക്സ് എല്ലാം കൂടി ഇറക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ബ്രേക്ക് ഈവനിലായിരിക്കാം, അല്ലെങ്കിൽ ലോസിലായിരിക്കും. ഓക്കെ. എന്താണ്, ലെക്ക് കൂടെ ഉണ്ടാവും ചിലപ്പം. ഷോർട്ട് ടൈം ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലെക്ക് ഉണ്ടാവും. പക്ഷെ എന്താണ്, ലോങ് ടേം ട്രേഡിങ്ങിൽ ലെക്ക് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ തന്നെ ഇല്ല. ഓക്കെ. ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് ഓക്കെ എന്താണ്, അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് എന്താണ്, S1 നമ്മൾ യുവർ സെൽഫ്, S2 എന്താണ് യുവർ എക്സ്പെക്റ്റേഷൻ, S3 എന്താണ് യുവർ പേഴ്സണാലിറ്റി. ഒന്നുമില്ല, നമ്മളൊരു സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാവാം സെഗ്മെൻറ്റ്, ലോങ് ടൈം ട്രേഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇൻട്രാഡേ ട്രേഡ് ആയിരിക്കാം, സ്വിംഗ് ട്രേഡ് ആയിരിക്കാം, പല സെഗ്മെൻറ്റും സ്കാൽപ്പിംഗ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണാലിറ്റി ആൻഡ് യുവർ എക്സ്പെക്റ്റേഷൻ, ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ ഓക്കെ, നിങ്ങൾ അതിൽ ടെക്നിക്കലി ഇമ്പ്രൂവ് ആവാൻ നിങ്ങൾക്ക് പറ്റും, സൈക്കോളജിക്കലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. ഓപ്പോസിറ്റ് നോക്കുക, എന്താണ്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്യാത്ത ഒരു സെഗ്മെൻറ്റിലാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ടെക്നിക്കലി ഇമ്പ്രൂവ് ആവാം, പക്ഷേ സൈക്കോളജിക്കലി ഇമ്പ്രൂവ് ആവാൻ കഴിയില്ല. നിങ്ങൾ ഏറ്റവും വലിയൊരു മെൻറ്റർ വന്ന് നിങ്ങൾക്ക് സൈക്കോളജി പഠിപ്പിച്ചാൽ പോലും നിങ്ങൾക്ക് അത് ശരിയാവുകയില്ല. ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, ഒരിക്കലും അല്ല. അതെന്താവും, കൂടുതൽ വഷളാവുകയോ ചെയ്യും. നിങ്ങളുടെ S1 യുവർ സെൽഫ്, നിങ്ങളത് നന്നായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ മേജർ ലയബിലിറ്റീനെ എല്ലാം ബാധിക്കും അത്. ഓക്കെ. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് മാച്ച് ആവുന്ന സെഗ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ എക്സ്പെക്റ്റേഷനൊക്കെ മാച്ച് ആവുന്ന ഒരു സെഗ്മെൻറ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ S1 യുവർ സെൽഫ്, നിങ്ങളത് ബാധിക്കാൻ ചാൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് വേസ്റ്റ് ആവുന്ന 2 കാര്യങ്ങൾ. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ടെറിറ്ററിയിലല്ലാത്ത മറ്റൊരു ടെറിറ്ററിയിലുള്ള സാധനത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ടൈം വേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് മണി വേസ്റ്റും ഉണ്ടാവും. 2 കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. അതിൽ മണി പോവുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ചില ആളുകൾക്ക് കുഴപ്പമുണ്ടാവും. ഒക്കെ ഒരു രണ്ടിൻ്റെയും ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ മണി പോവുകയാണെങ്കിൽ പോട്ടേന്ന് വെക്കുക. കാരണം എന്താണ്, അത് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി, എന്താണ് ഇതെന്ന് മനസ്സിലാക്കിയല്ലോ. പക്ഷെ സമയം പോയതാണ്. മെയിൻലി എന്താണ് 20 to 25 26 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ എന്താണ് അവർക്കറിയാം അവരുടെ പേഴ്സണാലിറ്റിക്കൊന്നും മാച്ച് ആവാത്ത ഓപ്ഷൻസ് എന്താണ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്താ പറയുന്നത്, 2 മാസം 3 മാസം 4 മാസം കൊണ്ടൊക്കെ നിങ്ങൾ എന്താക്കി തരാം, പ്രോഫിറ്റബിളാക്കി തരാമെന്ന്. നിങ്ങൾക്ക് പ്രോഫിറ്റബിളായിട്ട് നമുക്കൊരു ട്രേഡിംഗ് കരിയർ ബിൽഡ് ചെയ്ത് തരാം. അവർ ചിന്തിക്കുന്നുണ്ടോ ഇത് ഈ പറഞ്ഞ വ്യക്തിക്ക് അവരുടെ ക്വാളിറ്റി, ഈ ഒരു പറഞ്ഞ ക്വാളിറ്റി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു പേഴ്സണാലിറ്റി ആ മാച്ച് ആയിട്ടില്ല. കാരണം എന്താ, ഒന്നുമില്ല. കാരണം എന്താണ്, ഇൻട്രാഡേ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രാഡേ പഠിപ്പിക്കുകയാണ് തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1 മാസം 2 മാസം 3 മാസം ഡ്യൂറേഷനുള്ള ഒരു കോഴ്സിന് 1 വീക്ക് കഴിഞ്ഞപ്പോൾ നേരെ ചാടുന്നത് ഓപ്ഷൻസിലേക്കാണ്. കാരണം അവർക്ക് വേണ്ടത് അതാണ്, പഠിക്കുന്ന ആളുകൾക്കും വേണ്ടത് അതാണ്, എല്ലാവർക്കും വേണ്ടത് അതാണ്. നമ്മൾ പല കാര്യങ്ങളും വിട്ടുപോകുന്നുണ്ട്. എനിക്ക് പറ്റിയ സാധനമാണോ ഇത്? ഓക്കെ, എനിക്ക് പറ്റിയ സാധനമാണോ ഇത്? എനിക്ക് പറ്റിയ സാധനമാണെങ്കിൽ മാത്രമേ എനിക്കത് ലോങ് ടേമിലേക്ക് നിൽക്കാൻ പറ്റൂ. ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണമെങ്കിൽ എന്താണ്, എനിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കണം എനിക്ക് വേണ്ടത്.
മാച്ച് ആവാത്ത കാര്യത്തിൽ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും അതൊക്കെ വേസ്റ്റ് ആവും. നമ്മൾ പറഞ്ഞ പോലെ ടൈം വേസ്റ്റും ഉണ്ടാവും, മണി വേസ്റ്റും ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് ഇൻകം അല്ലെങ്കിൽ എന്താണ് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം. ഒരു ഇൻകം തന്നെയല്ല, കാരണം എന്താണ്, ഇത് ഫുൾ ടൈം ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം അതിൻ്റെ പ്രഷർ. ഓക്കെ, അപ്പോഴാണ് ഒരാൾ ജോലീൻ്റെ ഇടയിൽ കൂടെ ഓപ്ഷൻസിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. അവർ എന്താണ്, ചിലപ്പം 1-2 ദിവസമൊക്കെ ലക്കിൻ്റെ ബേസിൽ പ്രോഫിറ്റ് കിട്ടാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ലോങ് ടേം ഈ ഒരു സെനാരിയോ, ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ലോങ് ടേമിലേക്ക് പോകുന്ന സമയത്ത് ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടർ തന്നെ അവിടെ ഉണ്ടാവില്ല. അവിടെ ഒബ്വിയസ്ലി സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിൻ്റെ ബേസിൽ മാത്രമേ സക്സസ് ഉണ്ടാവൂ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സൈക്കോളജീൻ്റെ നമ്മൾ ഫിയർ, ഗ്രീഡ്, ഈ ടോപ്പിക്സ് ഒക്കെ നമുക്ക് പറയും. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോകുന്ന ഓരോ കണ്ടൻസും നിങ്ങൾക്ക് ആവാനും അത് ആപ്ലിക്കബിളും ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സെഗ്മെൻറ്റ് എന്താണെന്ന് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. എന്താണ്, നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടും നിങ്ങൾക്ക് ഇതൊന്നും ചെയ്ത് ഒരു പ്രോഫിറ്റബിലിറ്റിയിലേക്ക് അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക. മെയിനായിട്ട് ഞാൻ സത്യമാണ് പറയുന്നത്, മെയിനായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയത് തന്നെയാണോ എനിക്ക് ഈ ഇൻട്രാഡേ ട്രേഡിങ് ഓപ്ഷൻസും തന്നെ വേണോ എനിക്ക് ചെയ്യാൻ. സ്വിങ് ഉണ്ട്, സ്വിങ് ഈസ് ദ കിങ്. സ്വിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബെസ്റ്റ്. ഞാനൊക്കെ കൂടുതലും സ്വിങ് ആണ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഇൻട്രാഡേയിൽ ഹൈലി പ്രഷർ ആയിരിക്കും. കൂടുതൽ മറ്റൊരു ഇൻകം സോഴ്സ് കൂടി ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡിങ് ഇൻകം മാത്രമാണ്, വെറും ഓപ്ഷൻസിൽ മാത്രം നിൽക്കുന്നവനെ മണ്ടെന്നല്ലാതെ വേറെ ഒരു കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നിങ്ങൾക്ക് സോഴ്സ് ഓഫ് ഇൻകം, 2 സോഴ്സ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ ഒരു ഇൻകം സോഴ്സോ 2 ഇൻകം സോഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് വെറും ട്രേഡിങ് മാത്രമാണ് ഇൻകം, ഒരു ട്രേഡിംഗ് നിന്ന് മാത്രമാണ് ഇൻകം, ഓപ്ഷൻസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക, അത്രയേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം എന്താണ്, പേഴ്സണാലിറ്റിക്ക് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അതിൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ടോ ഒരുപാട് കാര്യങ്ങൾ മാസ്റ്റർ ചെയ്തിട്ടോ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ വെറുതെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.